വലിയ പരസ്യങ്ങളോടെയും സംവിധായകൻ ഉൾപ്പെടെ വ്യത്യസ്തമായ പ്രമോഷനോടെയും വന്നൊരു സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് മുതൽ വിവാദങ്ങളും ആരോപണങ്ങളും, സംവിധായകൻ്റെയും സിനിമയുടെയും മൗലികത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ. നിവിൻസ് കംബാക്ക് എന്ന ടാഗോടുകൂടി വന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയെക്കുറിച്ചാണ്. വിവാദങ്ങൾ കാമ്പുള്ളതോ അല്ലാത്തതോ എന്ന് കാലം തെളിയിക്കട്ടെ. നമുക്ക് സിനിമയിലേക്ക് വരാം. പ്രമോഷനുകളിലും ടീസറുകളിലുമെല്ലാം തനി നാടൻ കോമഡി ഐറ്റം എന്നൊരു ഫീലാണ് നമുക്കെല്ലാവർക്കും നൽകിയത്. എന്നാൽ യഥാർത്ഥത്തിൽ സിനിമയിലേക്ക് കടക്കുമ്പോൾ അതിനും അപ്പുറത്തുള്ള ഒരു സർപ്രൈസ് സിനിമ ഒളിപ്പിച്ചു വെക്കുന്നുമുണ്ട്. ക്വീൻ, ജനഗണമന എന്നീ 2 സിനിമകളിലൂടെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംവിധായകനാണ് ഡിജോ. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെല്ലാം ഭയമില്ലാതെ അതാത് കാലഘട്ടത്തിൻ്റെ പൊളിറ്റിക്സ് വ്യക്തമായി പറയുന്ന ഒരു സംവിധായകനാണ് എന്നൊരു ചിന്ത ഇതിനോടകം നമുക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മൂന്നാമതൊരു ഡിജോ ചിത്രവുമായി വരുമ്പോൾ പൊളിറ്റിക്സ് പറയാതെ പോകില്ല ഡിജോ എന്ന് പ്രേക്ഷകർ മിനിമം പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്നാൽ മലയാളി ഫ്രം ഇന്ത്യയിലേക്ക് വരുമ്പോൾ പൊളിറ്റിക്സ് പറയാൻ വേണ്ടി ഫോഴ്സ്ഡായി സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നതായിട്ടാണ് തോന്നിയത്. അത് പലപ്പോഴും കഥയുടെ കഥാഗതിയിൽ ഏച്ചുകെട്ടലുകളായാണ് അനുഭവപ്പെട്ടത്. തനി നാടൻ സംഗീത വൈബുകൾ നാട്ടുമ്പുറത്ത് അരങ്ങേറുന്ന കാഴ്ചകളെല്ലാം സ്വാഭാവികത നഷ്ടപ്പെട്ട കല്ലുകടികളായാണ് പലപ്പോഴും തോന്നിയത്. നിവിൻ ധ്യാൻ കോംബോ സ്വാഭാവികമായിട്ട് നമ്മളെ ചിരിപ്പിക്കേണ്ടതാണ്. പക്ഷേ പല സന്ദർഭങ്ങളിലും അല്പം ഓവറാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് കഥാപാത്രങ്ങൾ പോകുന്നുമുണ്ട്. പൊളിറ്റിക്സ് പറയാനായിട്ട് അവലംബിക്കുന്നതാകട്ടെ പലപ്പോഴും FB ട്രെൻഡിങ് ആയ തഗ്ഗുകളെയാണ്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥ പുതിയൊരു ഭൂമികയിലേക്കും പുതിയൊരു നാട്ടിലേക്കും മാറ്റിപ്പറിച്ച് നടന്നുണ്ട്. എങ്കിൽ പോലും കഥാഗതിയുടെ സ്വാഭാവികമായ ഒഴുക്ക് എവിടെയൊക്കെ നഷ്ടപ്പെടുന്നതായും ആർട്ടിഫിഷ്യലായി കഥ പറയാൻ ശ്രമിക്കുന്നതായും നമുക്ക് തോന്നായികയില്ല. ആടുജീവിതത്തിൻ്റെ സ്പൂഫാണോ എന്ന് പോലും ചില സമയങ്ങളിൽ സംശയം ജനിപ്പിക്കുന്നുണ്ട്. എങ്കിലും ദീപക് ജേതിയുടെ അന്യരാജ്യക്കാരനായുള്ള കഥാപാത്രം ഗംഭീരമായാണ് അനുഭവപ്പെട്ടത്. ഇതൊക്കെയാണെങ്കിലും സിനിമ പിന്നെയും കണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് നിവിൻ പോളിയാണ്. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ടൈമിങ്ങും സിറ്റുവേഷണൽ കോമഡികളും കൗണ്ടറുകളുമൊക്കെ ഇപ്പോഴും ആ ഏരിയയിൽ തനിക്ക് കവച്ചു വയ്ക്കാൻ മറ്റൊരു നടനില്ലാത്ത രീതിയിൽ അദ്ദേഹം മനോഹരമാക്കുന്നുണ്ട്. ഒരു പണിക്കും പോകാത്ത, വെറുതെ ഇരിക്കുന്ന, വായി നോക്കുന്ന അലസനായ ഇത്തരം കഥാപാത്രങ്ങൾ വടക്കൻ സെൽഫി മുതൽ ഇങ്ങോട്ട് നിവിൻ്റെ കൂടപ്പിറപ്പുകളാണെങ്കിലും ആൽപ്പറമ്പിൽ ഗോപിയും നമ്മളെ മടുപ്പിക്കുന്നില്ല. നാട്ടുംപുറത്തെ ആദ്യ പകുതിയും വിദേശത്തെ 2ാം പകുതിയും ഏച്ചുകെട്ടലുകൾ പോലെ ചേർച്ചയില്ലാത്തതായി തോന്നുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിഷാദ് കോയ പറയുന്ന ആരോപണത്തിൽ കഴമ്പില്ലേ എന്ന് പ്രേക്ഷകന് തോന്നിയാൽ കുറ്റം പറയാനാവില്ല. പറയേണ്ട രാഷ്ട്രീയം തന്നെയാണ്, പക്ഷേ അത് സിനിമയിൽ സ്വാഭാവികമായി വരണം. തഗ് ഡയലോഗുകൾ പറയാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ പോലെ തോന്നി സലിംകുമാറിൻ്റെ റോളൊക്കെ. എന്നാൽ മഞ്ജുപിള്ളിയുടെ കഥാപാത്രങ്ങൾ പലപ്പോഴും നമ്മളെ കുറച്ചെങ്കിലും സിനിമയോട് അടുപ്പിക്കുന്നുണ്ട്, കണക്ട് ചെയ്യിപ്പിക്കുന്നുമുണ്ട്. ജെയ്ക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതം മനോഹരമാണെങ്കിലും ഗാനങ്ങളൊന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിരുന്നില്ല. ആനുകാലിക രാഷ്ട്രീയം പറഞ്ഞാലേ സിനിമ രാഷ്ട്രീയമുള്ളതാകൂ എന്നില്ല. ക്യാരക്ടറുകൾ കൊണ്ടും കാമ്പുള്ള കഥകൾ കൊണ്ടും സ്വാഭാവികമായി രാഷ്ട്രീയവും നിലപാടുകളും പറയാതെ പറഞ്ഞു വെച്ച എത്രയോ സിനിമകൾ നമുക്കുണ്ട്. അവയ്ക്കിടയിൽ പാതി വെന്ത ഒരു അവിയൽക്കൂട്ടായാണ് മലയാളി ഫ്രം ഇന്ത്യ അനുഭവപ്പെട്ടത്.